സാർ, നമ്മുടെ ബിസിനസ്സുകാർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, സാമ്പത്തിക അച്ചടക്കം. അപ്പോൾ ഏത് ബിസിനസ്സുകാരൻ്റെയും അവൻ്റെ ബിസിനസ് ലൈഫിൻ്റെയും പേഴ്സണൽ ലൈഫിൻ്റെയും ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു യാത്രയ്ക്ക് എപ്പോഴും ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അനിവാര്യമാണ്. അപ്പോൾ സാർ, എൻ്റെ ചോദ്യം, ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു സംരംഭകൻ, ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ലൈഫിൽ, അയാളുടെ ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെ നടപ്പാക്കാൻ സാധിക്കും? സാറിൻ്റെ അഡ്വൈസ് എന്താണ്? ഓക്കെ, സാധാരണഗതിയിൽ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് അല്ല. ബിസിനസ് എപ്പോഴും ഒരു എൻറ്റിറ്റിയാണ്. അതെ, നമ്മളില്ലാതെ വന്നാലും അത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും. പാർട്ണർഷിപ്പ് ആണെങ്കിലും കമ്പനി ആണെങ്കിലും ഈവൻ പ്രൊപ്പറേറ്ററി ബിസിനസ് ആണെപ്പോഴും ആ ബിസിനസ്സിൽ നമ്മൾ നേരിട്ട് ഇങ്ങനെ പൈസ എടുക്കാൻ പാടില്ല. ₹1 പോലും നമ്മൾ ആ അക്കൗണ്ടിൽ നമ്മൾ എടുക്കാൻ പാടില്ല. പേഴ്സണൽ ആവശ്യത്തിന്, കുടുംബ ചെലവിന് എടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അതങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്റർക്ക് ഭയങ്കര പാടായിരിക്കും. അത് ഒരുപാട് പ്രശ്നം വരും. അപ്പോൾ ഇനി നമുക്കൊരു ബിസിനസ്സിനകത്തുനിന്നൊരു 50,000 രൂപ, 1,00,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിഡ്രോവലായിട്ട് നമ്മുടെ ബിസിനസ്സിനകത്തുനിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നതായിട്ടോ ഇല്ലെങ്കിൽ അത് പർപ്പസ് പറഞ്ഞുകൊണ്ടോ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിനെ എടുത്തിട്ട് അതിൽ നിന്ന് ചിലവാക്കാൻ പാടുള്ളൂ. അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ലോണുകളും മറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ബിസിനസ് വാല്യുവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ബിസിനസ് വാല്യുവേഷനൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പൈസ വന്നാലും ക്യാഷ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ ഒരു 20,000 രൂപ ക്യാഷായിട്ട് വന്നിട്ടുണ്ട്, ബാക്കി 80,000 രൂപ ചെക്കായിട്ടും ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെയാണ് നമുക്ക് ടേൺ ഓവർ വന്നേക്കുന്നത്. ഈ നമുക്കത് പുറത്തോട്ട് കൊടുക്കണം. ഈ 20,000 എടുത്ത് കൊടുക്കരുത്. 20,000 എടുത്ത് കൊടുക്കാൻ പാടില്ല. അതെ, ഈ നമ്മൾ എടുത്തേക്കുന്ന വന്നേക്കുന്ന ക്യാഷ് അക്കൗണ്ട് ചെയ്ത് അത് ബാങ്കിൽ പോകണം. നേരെ ബാങ്കിൽ റെമിറ്റൻസ് വരണം. റെമിറ്റൻസ് വന്നു കഴിഞ്ഞിട്ട് അത് കൂടാതെ നമ്മൾ പെറ്റി ക്യാഷിന് വേണ്ടിയിട്ട് ഒരു 5,000 രൂപ, 10,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് ബാങ്കിൽ നിന്ന് എടുത്ത ക്യാഷിൽ നിന്നാണ് നമ്മൾ മറ്റ് നമ്മുടെ അവിടെ പറഞ്ഞ പോലെ വൃത്തിയാക്കുന്നവർക്ക് കൊടുക്കുകയോ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയോ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത പൈസയെ കൊടുക്കാവുള്ളൂ. ഇങ്ങോട്ട് വന്നത് മുഴുവനും തന്നെ അതേപടുത്തി ബാങ്കിൽ കയറണം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ട് ബാങ്കിൻ്റെ നമ്മുടെ റേറ്റിങ്സ് കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോൾ ചോദിച്ചാലും നമ്മൾ ബാങ്ക് പൈസ തരും. അതെ, എപ്പോൾ എല്ലാം ഒരു ബാങ്ക് വഴി റൂട്ട് ചെയ്യണം. എല്ലാ പേയ്മെൻറ്റും നമ്മൾ ക്യാഷായിട്ട് വാങ്ങിച്ചാൽ പോലും തെറ്റൊന്നുമില്ല. ക്യാഷായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് റിമിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ലോൺ എടുത്ത ഒരു ബിസിനസ്, ലോൺ എടുത്ത് കെട്ടിടം ഇല്ലെങ്കിൽ നമ്മൾ മെഷീനറി ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഈ ലോൺ എടുത്തുകൊണ്ട് ചെയ്യുന്നത് അത്ര നല്ലൊരു പ്രാക്ടീസല്ല. അതെപ്പോഴും നമ്മൾ ഈ 3 ക്യാഷാണ് പറയുക. ഓ ക്യാഷ് ഉണ്ട്, ഐ ക്യാഷ് ഉണ്ട്, എഫ് ക്യാഷ് ഉണ്ട്. ഓ ക്യാഷാണ് എപ്പോഴും നല്ലത്. ഓ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ്. സാധനം എടുത്ത് വെച്ചു, ഇന്ന് വിറ്റ് കാശ് വരുന്നു, അതാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ്. അപ്പം അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രധാനപ്പെട്ട ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാഷാണ്, ഇൻവെസ്റ്റിംഗ് ക്യാഷ്. അപ്പം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ പങ്കാളികളായിട്ട് ചേരുന്നവരുടെ ഷെയർ ഇട്ടേക്കുന്നതാണ് ഐ ക്യാഷ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തതാണ് എഫ് ക്യാഷ്, ഫിനാൻസിങ് ക്യാഷ്. അതാണ് ബാങ്കിൽ നിന്ന് എടുക്കുന്നതും ലോണുകളായിട്ട്. അത് നമ്മുടെ നോട്ടം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അസറ്റുകളെല്ലാം പോകുന്ന സാധനമാണ്. ഓക്കെ, അതുകൊണ്ട് എക്സ്റ്റേണൽ ഫണ്ടിങ്, അതെ, പുറത്തുനിന്ന് എടുക്കുന്ന ഈ ഫണ്ടിങ് എടുക്കുന്നത് ഈ എഫ് ക്യാഷ് വളരെ സൂക്ഷിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് ക്യാഷ് അത് ഭയങ്കര എവിഡൻസാണ്. നാളെ നമ്മുടെ അസറ്റുകൾ എന്ത് കേസുണ്ടായാലും എല്ലാം പറ്റിയ എവിഡൻസാണ് ഈ നമ്മുടെ ഓ ക്യാഷ് ഇങ്ങനെ വന്ന് നമ്മൾ അക്കൗണ്ട് ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ അതൊരു ഡിസിപ്ലിനായിട്ട് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ വാറൻ ബഫറ്റ് ഉൾപ്പെടെ എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യം എന്താണ്, നമ്മൾ വരവിൽ കൂടുതൽ ചിലവാക്കാൻ പാടില്ല, എപ്പോഴും അതിനകത്ത് നിർത്തണം. അപ്പോൾ ഈ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റിയ, റവന്യൂ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റിയ ഒരുപാട് മെത്തേഡ്സ് കിട്ടും. യൂട്യൂബിൽ നോക്കിയാലും ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലും ChatGPT നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഏത് ബിസിനസ്സിനും. അപ്പോൾ നമ്മുടെ ഈ ബിസിനസ്സുകളുടെ ഒരു പ്രോബ്ലം നമുക്ക് ഈ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം, വിറ്റുവരവ് മാത്രം. വീണ്ടും നമ്മളെ ഞാനൊക്കെ പഠിപ്പിക്കുന്നിടത്ത് വരുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിലേക്ക് മാറ്റും. ഒരു ബിസിനസ്സിനെ തന്നെ 4-5 സോഴ്സ് ഓഫ് ഇൻകം അവർക്ക് കിട്ടണം. അപ്പോഴത്തേക്ക് അവർ വയബിളാവും എന്ന് പറഞ്ഞാൽ അവർക്ക് സർപ്ലസ് വരാൻ തുടങ്ങും.
ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് അത് അവരുടെ പരിചയക്കുറവോ അങ്ങനെ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിൽക്കുന്നത്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിലേക്ക് അവർ മാറണം. പിന്നെ ഒരു കാര്യം, ഫൈനാൻഷ്യൽ ഡിസിപ്ലിനകത്ത് നമ്മൾ ഈ ഓഡിറ്റ് ഒരു ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഇടയ്ക്ക് നടത്തണം. ഇൻസ്പെക്ഷൻ ഓഡിറ്റ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിലവാക്കുന്നതിനെല്ലാം കൃത്യമായ വൗച്ചേഴ്സും ബില്ലുകളും എല്ലാം. അപ്പോൾ ഈ നമ്പർ 2 അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം പണ്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് പറ്റത്തില്ല. നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നമ്മുടെ ബിസിനസ്സിന് നല്ലത്. അപ്പം നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു സിസ്റ്റമാക്കി മാറ്റണം. കൃത്യമായിട്ട് 1 രൂപ വന്നാൽ പോലും അത് ബില്ല് വഴിയെ കയറുന്നുള്ളൂ, ചിലവാക്കുന്നു അങ്ങനെ തന്നെ പോകുന്നുള്ളൂ. അങ്ങനെ വന്നാൽ ഈ ബിസിനസ്സുകാരൻ അവിടെ കുത്തിയിരിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് വേറെ ചെയ്യാനായിട്ട് പല പല സാധ്യതകളും ഒക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഇത് നോക്കുമ്പം ഈ ഒരു പുതിയൊരു കസ്റ്റമറെ അക്യൂർ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും 10 രൂപ 20 രൂപ 50 രൂപ 100 രൂപ എന്നേ പറയത്തുള്ളൂ. ഒരു ടെലികോൾ വിളിച്ചിട്ടൊക്കെ ആൾക്കാരെ എടുക്കുന്നത് അങ്ങനൊന്നും നിൽക്കത്തില്ല. നമ്മളൊരു കസ്റ്റമറെ അക്യൂർ ചെയ്യുമ്പോൾ അത് പെർമനൻ്റ് ആയിട്ടുള്ള കസ്റ്റമറെ അക്യൂർ ചെയ്യുമ്പം 2 പ്രിൻസിപ്പിൾസ് നമ്മൾ എടുക്കണം. ഒന്ന്, കസ്റ്റമർ ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതകാലം മുഴുവനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അത്ര ക്വാളിറ്റി, എത്ര ഹാപ്പി ആകുന്ന കൂട്ടി സർവീസ് കൊടുക്കണം. അതിന് കണക്ക് കൂട്ടാൻ്റെ മെത്തേഡ് തന്നെയുണ്ട്. അപ്പോൾ ഈ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടാനായിട്ട്. അപ്പോൾ അവരെ അങ്ങനെ ആക്കി മാറ്റണം. മനസ്സിലായി. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വണ്ടി പുതിയ വണ്ടി എടുത്തിട്ട് വർഷങ്ങൾ കുറേ ആയി. വാറണ്ടി പീരീഡ് എല്ലാം കഴിഞ്ഞു പോയി. 3 വർഷം വരെയാണ് വാറണ്ടി ഉണ്ടായിരുന്നത്. പക്ഷേ 5 വർഷമായപ്പോൾ അതിന് സ്റ്റിയറിങ്ങിനൊരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം അവരെ ഇത് ചെയ്ത് അവർ പലരും നോക്കിയിട്ട് സൗണ്ട് അവർ വരുമ്പോൾ സൗണ്ട് കേൾക്കത്തില്ല, പിന്നെ സൗണ്ട് വരും. അപ്പോൾ ഞാൻ ജർമ്മനിയിലെ മെഴ്സിഡീസിൻ്റെ ഹെഡിന് എഴുതി. അപ്പോൾ അവിടുത്തെ ഒരു തീരുമാനം വന്നു, ഞാനൊരു പ്രൊഫൈലുള്ള ആളായതുകൊണ്ട് ഗുഡ് വിൽ വാറണ്ടി എന്ന് പറഞ്ഞു 6 ലക്ഷം രൂപ വിലയുള്ള സാധനമാണ്. അവർ ആ വണ്ടി കൊണ്ടുവന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി കറക്റ്റായിട്ട് പുതിയ സാധനം വെച്ചിങ്ങ് തന്നു. വാറണ്ടി എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരെ വിളിച്ചിട്ട് നമ്മുടെ സർവീസിന് വേണ്ടി പറഞ്ഞിരുന്നു. സർവീസ് ചെയ്യുന്ന അവർ അതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും 0 ബില്ല്. അപ്പം അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് നമുക്കെന്താ ആനുകൂല്യം കിട്ടും. ആനുകൂല്യമല്ല, നമ്മളവിടെ ഹുക്ക് ചെയ്ത് നിർത്തി വയ്ക്കുക. നമുക്ക് ആ ബ്രാൻഡ് വിട്ടിട്ട് വേറെണ്ണത്തിൽ പോകാൻ പറ്റത്തില്ല. കാരണം വേറെ ഒന്നിലും നമുക്ക് ഇത്ര നല്ല സേവനം കിട്ടുന്നില്ല. സേവനത്തിൻ്റെ ക്വാളിറ്റി പറയുന്നത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം നമുക്ക് കൊടുക്കുന്നത്. ഈ കസ്റ്റമേഴ്സിന് എന്തെല്ലാം അഡീഷണലായിട്ട് കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ ഒരു 10,000-2,000 കസ്റ്റമേഴ്സ് നമുക്കുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിന് നമ്മൾ ലാൻഡ് വാങ്ങിച്ചിട്ടേക്കുന്ന പോലെ ഇല്ല ബിൽഡിംഗ് വെച്ചിട്ടേക്കുന്ന പോലെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ട് അവർക്ക് എന്തെല്ലാം കൊടുക്കണം. അപ്പം ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. രണ്ടാമത്തെ സംഭവം ഡിസിപ്ലിൻ എടുക്കുമ്പോൾ ഈ കസ്റ്റമർക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന അതുമായിട്ട് ചേർന്ന പല സാധനങ്ങൾ വേണമായിരിക്കും. ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സിമെൻ്റാണെന്നിരിക്കട്ടെ. സിമെൻറ്റ് കൊണ്ട് മാത്രം കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ അവിടെ കമ്പി വേണം, സ്റ്റീൽ വേണം. അപ്പോൾ അയാൾക്ക് സ്റ്റീൽ കൊണ്ട് എത്തിച്ച് കൊടുക്കാനുള്ള പരിപാടി നമുക്ക് ചെയ്യാമല്ലോ. സ്റ്റീലും കമ്പി കൊണ്ട് മാത്രം പറ്റില്ലല്ലോ. കോൺക്രീറ്റ്, മണൽ വേണം, മെറ്റൽ വേണം, കെട്ടിട നിർമ്മാണ പലത് വേണം. അപ്പോൾ ആ കസ്റ്റമർക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് കൊടുക്കാമല്ലോ. അതെ. പിന്നെ അവർക്ക് ഈ വീടെല്ലാം വെച്ച് കഴിയുമ്പോൾ ഗേറ്റ് വേണമല്ലോ, ഓട്ടോമേറ്റ് ചെയ്ത ഗേറ്റ് വേണം. വണ്ടി വരുമ്പോൾ RFID വെച്ചിട്ട് ഉടമസ്ഥൻ്റെ വണ്ടി വരുമ്പോൾ തന്നെ തുറക്കണം വേണം. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാമല്ലോ. അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമറിൽ നിന്ന് തന്നെ നമുക്ക് അയാൾക്ക് ആവശ്യമുള്ള എന്തെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ വിപുലീകരിച്ച് കഴിയുമ്പോൾ ഈ അടുത്തിടെ എൻ്റെ അടുത്തൊരു ആൾ വന്നിട്ട് അവരുടെ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പം അവരുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 150 രൂപയ്ക്ക് കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ശിഷ്യനൊന്നുമല്ല, ഒരു എക്സ്പോ സ്ഥലത്ത് വെച്ച് കണ്ടതാണ്. ഞാനിപ്പോൾ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. കാരണം വെച്ചാൽ അയാൾ അവതരിപ്പിക്കാൻ പൊളിയാൻ പോകുന്നൊരു ബിസിനസ്സാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. കാരണം ഒരു പേഴ്സണൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ ഒരു ക്ലയൻറ്റ് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കത്തുള്ളൂ. ഓക്കെ, ഈ പ്രൊഡക്റ്റ് എത്ര പേർക്ക് പേഴ്സണൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും? 150 രൂപയുടെ ഒരു പ്രൊഡക്റ്റ്. ഇപ്പം പ്രൈമ ഫേസ് ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് ലോൺ തരത്തില്ല. കാരണം ബാങ്കിന് പെട്ടെന്ന് അറിയാൻ പറ്റും. അതേസമയം ഒരു 10,000-ന് മുകളിൽ വിലയുള്ളൊരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് പേഴ്സണൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ.
അതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. പേഴ്സണലി പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ 42 പുസ്തകങ്ങളുള്ള ഞാൻ അവിടെ നമ്മുടെ ഓഫീസിൽ വന്ന ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല. ആമസോണിൽ ഇട്ടേക്കുക, വേറെ ഒരു കടയ്ക്കും കൊടുക്കുന്നില്ല പുസ്തകം. റീസൺ ഇതിൻ്റെ അകത്ത് കാൽക്കുലേഷൻസാണ്. ഒരു പുസ്തകം നമ്മൾ കൊണ്ടുവന്ന് എടുത്ത് അതിൻ്റെ ബില്ല് എഴുതി ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ 50,000 രൂപ ശമ്പളമുള്ളൊരു ലേഡി അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൻ്റെ ഡബിൾ ചിലവാണ് വരുന്നത് ഒരു പുസ്തകം എടുത്ത് കൊടുക്കുമ്പോൾ. അപ്പം നമ്മുടെ ഓഫീസിൽ വരുന്ന ആളാണെങ്കിൽ പോലും ശരി, ആമസോണിൽ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്തങ്ങ് പോകും. എല്ലാം കൂടെ ഒന്നിച്ച് പാക്ക് ചെയ്യേണ്ട ആൾ പാക്ക് ചെയ്ത് ഇവിടെ ആമസോണിന് കൊടുത്തോളൂ. അതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നില്ല. ഇതൊരു കടയിൽ കൊടുത്താലോ പല പ്രാവശ്യം വിളിച്ച് അവരുടെ പൈസ കളക്ട് ചെയ്യണം, വീണ്ടും അവരത് ചെയ്തുകൊണ്ടിരിക്കണം, വീണ്ടും അവർ ചോദിക്കുമ്പോഴെല്ലാം അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ മാൻ പവർ, ബിസിനസ് ഒരുപാട് ലോസിലാക്കുന്നത് മാൻ പവറിൻ്റെ കോസ്റ്റാണ്, ഭയങ്കര ഘടകമാണ്. അപ്പോൾ അതും പ്രൊഡക്റ്റിൻ്റെ വിലയെല്ലാം നമ്മളത് നോക്കിയിട്ട് അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് തീരെ വില കുറഞ്ഞ പ്രൊഡക്റ്റ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, 50,000 രൂപ ശമ്പളമുള്ളൊരു ഒരാൾ, ഒരു ലേഡി ഈ പുസ്തകം എടുത്ത് അവർക്ക് പാക്ക് ചെയ്ത് അയക്കുകയോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ബില്ല് എഴുതിയും കൊടുക്കുമ്പോൾ പോകുന്ന അതുകൊണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം കൊടുക്കാൻ പറ്റും? അവരുടെ ശമ്പളം വരുമ്പോഴത്തേക്ക് മിനിമം ഒരു ദിവസം 2,000 രൂപ ശമ്പളം വരുവാണ്. 50,000 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി 25 വർക്കിംഗ് ഡേയ്സേ കാണത്തുള്ളൂ. ഡെയിലി നമുക്ക് 2,000 രൂപ ശമ്പളമുണ്ട്. ഈ 2,000 രൂപ ശമ്പളമുള്ള ആൾക്ക് ഈ 10 പ്രാവശ്യം ഈ പുസ്തകം എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി അന്നത്തെ വർക്ക് തീർന്നു. അതിനെ സമയം കിട്ടുള്ളൂ. ഇക്കണോമിക്കലി വയബിൾ അല്ല. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ വയബിലിറ്റി ഇങ്ങനെ അറിയാവുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഒത്തിരി സംസാരിച്ച് ചെക്ക് ചെയ്ത്, ഈ കോമൺ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനത്തിനകത്ത് ഇത്രയും ഡീപ്പായിട്ടുള്ള സാധനം കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ബിസിനസ് കൺസൾട്ടൻസി എടുക്കേണ്ടതായിട്ട് വരുന്നത്. വലിയ ബിസിനസ്സുകളെല്ലാം, ഈ കോടികളുടെ ബിസിനസ്സുകളെല്ലാം അതിൻ്റെ ബേസിക് സാധനങ്ങൾ കൺസൾട്ടൻസാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം മക്കിൻസി ആൻഡ് കോ, അതല്ലെങ്കിൽ പിന്നെ EY, അതല്ലെങ്കിൽ KPMG, ഇവർക്കൊക്കെ കോടികൾ കൊടുത്തിട്ട് അവരാണിത് എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ അറിവ് മാത്രം വെച്ചുകൊണ്ടൊരു ബിസിനസ് ജീവിച്ചു പോകാൻ പറ്റുന്നൊരു സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്സാണെങ്കിൽ ഓക്കെ. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബിസിനസ് അത് പോരാ, നമ്മൾ ഒത്തിരി പഠിക്കേണ്ടി വരും. ഒരുപാട് പഠിച്ച് ഓരോ ബിസിനസ്സിനും ഓരോതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഇൻ ആൻഡ് ഔട്ട്സ് ഉണ്ട്, അതെല്ലാം പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.